ഞാൻ എന്തായാലും അടുത്ത വർഷം സ്കൂൾ മാറാൻ പോവാ. ഈ സ്കൂളിൽ ഒരു രാശിയില്ല. നീ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും മാർക്ക് കിട്ടുമ്പോ കാട പൊട്ട. സ്കൂളല്ലല്ലോ, നീയല്ലേ മാറുന്നേ, പിന്നെന്താ സ്കൂള് മാറുമെന്ന് പറയണേ? നല്ല കോമഡി, അഭിനന്ദനങ്ങൾ. പിന്നെന്താ ചിരിക്കാത്തെ? വീട്ടിൽ പോയിട്ട് ഓർത്തോർത്ത് ചിരിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാനും അടുത്ത വർഷം മാറുമോ? ചെന്നൈയിലുള്ള അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് ഇനി പിടിക്കാൻ പോണേ. എന്താ ഇപ്പൊ ഒരു ചെന്നൈ പാസം? വിജയ് സിനിമാഭിനയം നിർത്തിയ സ്ഥിതിക്ക് അവിടെ ഒരു ദളപതി വേക്കൻസി കിടപ്പുണ്ടാവൂല്ലോ. അതിന് അടുത്ത ദളപതി ഞാനാവൂലെന്ന് ആര് കണ്ടു? പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് വർമ്മ സാറേ. അത് ദളപതി, അപ്പൊ ഞാനും. നീ തലവിധി നിന്റെ വീട്ടുകാരുടെ. ആരുടെ തലവിധിയുടെ കാര്യമായി പറയുന്നേ? ഇവൻ ചെന്നൈക്ക് പോകുന്നൊക്കെ പറയണ സത്യമാണ്. അവനെ ഞാനുണ്ടാക്കുന്ന ഫുഡൊന്നും പോരെന്ന്. അവന് ചെന്നൈ ചെന്ന് സരസ്വതി അമ്മായിന്റെ കടയിൽ ചെന്ന് ഇഡലി സാമ്പാർ കഴിച്ചാലേ ഇറങ്ങത്തുള്ളൂ. നിങ്ങൾ കൂട്ടുകാരല്ലേ, നിങ്ങൾക്ക് അവനെ ഒന്ന് ഉപദേശിച്ചുകൂടെ? ആവേശം കണ്ട് വെള്ളയും വിട്ട് ബാംഗ്ലൂർ ഡോൺ ആവാൻ പോയ ഒരു ചേട്ടന്റെ അനിയത്തിയാണ് ഞാൻ. അങ്ങനെയുള്ള എന്നോട് ഹൃദയം കണ്ട് ഇഡലി സാമ്പാറും കഴിക്കാൻ പോണെ ഈ പേട്ട് ചെറുക്കനെ ഉപദേശിക്കണമെന്നാണ് പറയുന്നേ. എല്ലാം കണക്കാ, വന്നതും കൊള്ളാം നിന്നതും കൊള്ളാം. അതെങ്ങനെയാ കുറെ ക്രിഞ്ചിജൻ പീപ്പിൾസ്